കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾക്ക് ഇനി ഉത്തരകാണ്ഡം 3-ാം സർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കേട്ടോ. അതായത് ഇതിൽ ബാലസുഗ്രീവന്മാരുടെ ജനനത്തിനെ പറ്റിയിട്ട് ശ്രീ പാർവതിക്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ അതാണ് ഇനി പറയാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് അല്ല ഇനി ശ്രീരാമൻ ഇത് മഹാദേവനായിട്ടല്ല തുടങ്ങണം കേട്ടോ. ശ്രീരാമ ഉവാച എന്നാണ് ഇനി അതാണ് പറയണത്. ശ്രീരാമ ഉവാച അഗസ്ത്യനോടുള്ളത് അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അഗസ്ത്യനോട് ചോദിക്കുകയാണ്, എനിക്ക് ബാലസുഗ്രീവന്മാരുടെ ജനനത്തെ പറ്റി എനിക്കുള്ള കഥ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ശ്രീരാമൻ അഗസ്ത്യനോട് പറയുകയാണ്. ഇത് ഐ തിങ്ക് 1-ാമത്തെ സർഗോറ്റയാണ്. അതുകൊണ്ട് ശിവൻ അല്ലാതെ തുടങ്ങണത് ഒരു സർഗം അല്ലേ. എന്തായാലും ഇതിൽ ശ്രീരാമ ഉവാചയാണ്. ശ്രീരാമ അഗസ്ത്യനോട് പറയണത്, അഗസ്ത്യ മഹർഷിയോടെ. ശ്രീരാമ ഉവാച ബാലിസുഗ്രീവയോർജന്മ ശ്രോതുമിച്ഛാമി തത്വത രവീന്ദ്രൗ വാനരാകാരോ ജജ്ഞാതേ ഇതി ന ശ്രുതം. ബാലിസുഗ്രീവയോ ജന്മ, ബാലിസുഗ്രീവന്മാരുടെ ജന്മത്തെ തത്വത ശ്രോതും ശരിക്ക് കേൾക്കാൻ ഇച്ഛാമി എനിക്ക് ആഗ്രഹമുണ്ട്. രവീന്ദ്രൗ സൂര്യനും ഇന്ദ്രനും വാനരാകാരവും, അതായത് ബാലി സൂര്യൻ്റെ മകനും സുഗ്രീവൻ ഇന്ദ്രൻ്റെ മകനുമാണ്. വാനരാഗതി എടുത്തവരായിട്ട് ജജ്ഞാതെ ഇതി ജനിച്ചു എന്ന് നശ്രുതം ഞങ്ങൾ കേട്ടിരിക്കുന്നു. നഹ ശ്രുതം ഞങ്ങൾ എന്ന് പറഞ്ഞ് വിസർഗമുണ്ട്. ശ്രുതം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചാൽ ബാലി സുഗ്രീവന്മാരുടെ ജനനത്തിൻ്റെ കഥകളെപ്പറ്റി ശരിക്കുള്ള കഥ എന്താണ് യഥാർത്ഥമായിട്ടുണ്ടായെന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സൂര്യനും ദേവേന്ദ്രനും വാനര രൂപം എടുത്തിട്ട് ഭൂമിയിൽ ജനിച്ചവർക്കാണ് ബാലിയും സുഗ്രീവനെന്ന്. സൂര്യനും ഇന്ദ്രനും വാനര രൂപത്തിൽ ജനിച്ചതാണ് ബാലിയും സുഗ്രീവൻ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കഥ കേട്ടാൽ കൊള്ളാം എന്ന് പറയുകയാണ് ശ്രീരാമൻ. ശ്രീരാമ ഉവാച അഗസ്ത്യനോടറ്റോ ബാലിസുഗ്രീവയോർ ജന്മ ശ്രോതുമിച്ഛാമി തത്വത രവീന്ദ്രൗ വാനരാകാരോ ജജ്ഞാതേ ഇതി ന ശ്രുതം. അഗസ്ത്യ ഉവാച മേരോ സ്വർണമയസ്യാദ്. അപ്പം അഗസ്ത്യൻ മറുപടി പറയാണ് കഥ. മേരോഹ സ്വർണമയസ്യാദ്രേർമധ്യശൃംഗേ മണിപ്രഭേ തസ്മിൻ സഭാസ്തേ വിസ്തീർണ ബ്രഹ്മണ ശതയോജന. സ്വർണമയസ്യ മേരോഹ അദ്രേ, സ്വർണ്ണ നിറത്തിലുള്ള മേരുപർവ്വതത്തിൻ്റെ മണിപ്രഭേ തസ്മിൻ മധ്യശൃംഗേ, നല്ല പിന്നെ എന്താണ് തിളങ്ങുന്ന പ്രഭയോടുകൂടിയ ആ നടുക്കിലത്തെ പിന്നെ എന്താ പറയുക ശൃംഗത്തിൽ കൊടുമുടിയിൽ, ആ മേരുപർവ്വതത്തെ നടുക്കിലത്തെ കൊടുമുടിയിൽ മിന്നണ കൊടുമുടി കേട്ടോ. ശതയോജന ബ്രഹ്മണ സഭ ആസ്തേ. ആ ബ്രഹ്മാവിൻ്റെ ഈ സഭ, അതായത് എല്ലാവരും കൂടി മീറ്റിങ്ങൊക്കെ കൂടാനുള്ള ദർബാർന്നോ എന്താ വെച്ചാൽ പറയാം, ബ്രഹ്മാവിൻ്റെ സഭ മേരുപർവ്വതത്തിലാണ്. അതികേയമായിട്ടുള്ള പിന്നെ സഭയാണ് കേട്ടോ. 100 യോജന വിസ്താരം വെച്ചാൽ അത്ര വലുതാണ്. 1 യോജന പറഞ്ഞാൽ 9 മൈലോ 8.5 മൈലോ എന്തോ ആണ്. അപ്പം 100 യോജന വിസ്താരം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 800 മൈലൊക്കെ വിസ്താരമുള്ള, അല്ലെങ്കിൽ അത്ര ചതുരശ്ര അത്ര ഉള്ളത് ഏരിയ ഉള്ള ഒരു വലിയ ദർബാർ ഹാളുണ്ട്. ആർക്ക്? ബ്രഹ്മാവിന്. ഇപ്പം ഈ ഓരോരുത്തർക്കും എല്ലാ രാജാക്കന്മാർക്കും ഉണ്ടാവുമല്ലോ ഈ മീറ്റിങ്ങൊക്കെ കൂടാൻ. നമുക്ക് ഇവിടെ പിന്നെ ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ അതിനുള്ള ക്യാപിറ്റൽ ബിൽഡിങ് അല്ലെങ്കിൽ രാജ്യസഭ ഇതൊക്കെ കൂടാനുള്ള പിന്നെ ബിൽഡിങ്സൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ബ്രഹ്മാവിൻ്റെ സഭയാണ് ഇത് പറഞ്ഞത് വളരെ കേമായിട്ടുള്ളതാണ്. മേരുപർവ്വതത്തിൻ്റെ നടുക്കുള്ള ആ കൊടുമുടിയുടെ അവിടെ കൊടുമുടിയിലുള്ള ഒരു സ്ഥലത്ത്
നല്ല മിന്നണ ഒരു സഭയാണ് ബ്രഹ്മാവിൻ്റെ സഭ. അതാണ് ഇവിടെ പറയണത്. മേരോ സ്വർണ്ണമയാണെന്ന് പറഞ്ഞു. മേരോഹ സ്വർണ്ണമയസ്യാർദ്രേർ മധ്യശൃംഗേ മണിപ്രഭേ തസ്മിൻ സഭാസ്തേ വിസ്തീർണ ബ്രഹ്മണ ശതയോജന. 100 യോജന വിസ്താരമുള്ള ആ സഭ ബ്രഹ്മദേവൻ്റെ സഭയാണത് കേട്ടോ. അവിടെ തസ്യാം ചതുർമുഖ സാക്ഷാൽ കഥാചിദ്യോഗമാസ്ഥിത നേത്രാഭ്യാം പതിതം ദിവ്യമാനന്ദസലിലം ബഹു. അവിടെ സാക്ഷാൽ ചതുർമുഖൻ വെച്ചാൽ ബ്രഹ്മാവ്. കഥാചിത് തസ്യാം ഒരു ദിവസം യോഗം ആസ്ഥിത യോഗത്തിലിരിക്കുകയാണ്. യോഗം സമാധിയിലിരിക്കുമ്പോൾ ഭഗവാനെ വിചാരിച്ചിട്ടെ നേത്രാഭ്യാം ആ ബ്രഹ്മാവിൻ്റെ 2 കണ്ണിൽ നിന്നും കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുക. ആ സമയത്ത് കണ്ണുകളിൽ നിന്നും അർത്ഥം നേത്രാഭ്യാം എന്നാണ്. ദിവ്യം ആനന്ദസലിലം ദിവ്യമായ ഒരു ആനന്ദജലം ആനന്ദാശ്രു ബഹുപതിതം ഒരുപാട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ സഭയിൽ ഇരുന്നിട്ട് ഒരു ദിവസം ബ്രഹ്മദേവൻ ധ്യാനത്തിലിരിക്കണ ആ ബ്രഹ്മദേവൻ്റെ 2 കണ്ണുകളിൽ നിന്ന് ആ ഭഗവാനെ ധ്യാനിച്ചുണ്ടായിട്ടുള്ള ആത്മസാക്ഷാത്കാരം കൊണ്ടുണ്ടായ ആനന്ദം കൊണ്ട് ഒരുപാട് വെള്ളം ഒഴുകി. ബ്രഹ്മാവിൻ്റെ 2 കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകി ധ്യാനത്തിലിരിക്കുമ്പോൾ. ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടാവും. ഭഗവാൻ തന്നെയാവുമല്ലോ. അപ്പോൾ ബ്രഹ്മാവിനൊക്കെ അത് എളുപ്പമാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ സന്തോഷമായിട്ട് ആനന്ദാശ്രുക്കൾ ഒഴുകി. തസ്യാം ചതുർമുഖ സാക്ഷാൽ കഥാചിദ്യോഗമാസ്ഥിതം നേത്രാഭ്യാം പതിതം ദിവ്യം ആനന്ദസലിലം ബഹു തദ്ഗൃഹീത്വാ കരേ ബ്രഹ്മ ധ്യാത്വാ കിഞ്ചിത് തദാ സൃജത് ഭൂമൗ പതിതമാത്രേണ തസ്മാജ്ജാതോ മഹാകവി. എന്താ പറയുക വെച്ചാൽ ബ്രഹ്മാവ് കരേ ഗൃഹീത്വ ആ വീണ ആനന്ദാശ്രുവിനെ ആനന്ദക്കണ്ണീരിനെ കയ്യിൽ എടുത്തിട്ട് അത്രയ്ക്ക് കുറേ വീണു, കുറേ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അപ്പോൾ അത് കയ്യിലെടുക്കാൻ തൊക്കെ ഉണ്ട്. കയ്യിലെടുത്തിട്ട് കിഞ്ചിത് ധ്യാത്വ കുറച്ച് നേരം ധ്യാനിച്ചു. അത് കയ്യിൽ പിടിച്ചിട്ട് ആ കണ്ണിൽ നിന്ന് വീണ കണ്ണീര് കയ്യിൽ പിടിച്ച് ധ്യാനിച്ചിട്ട് തത് അസ്യജത് അപ്പം തന്നെ താഴത്തേക്ക് ഒഴിച്ചു. ഭൂമോ പതിത മാത്രേണ ആ വെള്ളം ഭൂമിയിൽ വീണ ഉടനെ തസ്മാത് അതിൽ നിന്ന് മഹാകവി വലിയൊരു വാനരൻ ജനിച്ചു. ആ കണ്ണിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ നേത്രങ്ങളിൽ നിന്ന് ഒഴുകുന്ന ആ ആനന്ദ ജലത്തെ ബ്രഹ്മദേവൻ തൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് കുറേ നേരം ധ്യാനിച്ചു. അതിനുശേഷം ഭൂമിയിലേക്ക് ഒഴിച്ചു. അത് ഭൂമിയിലങ്ങോട്ട് വന്ന് വീണ ഉടനെ ആ കണ്ണീരിൽ നിന്ന് ഒരു വാനരൻ ഉണ്ടായി. തദ്ഗൃഹീത്വാ കരേ ബ്രഹ്മ ധ്യാത്വാ കിഞ്ചിത് തദാ സൃജത് ഭൂമോ പതിതമാത്രേണ തസ്മാജ്ജാതോ മഹാകവിഃ തമാഹദ്രുഹിണോ വത്സാ കിഞ്ചിൽ കാലം വസാത്രമേ സമീപേ സർവശോഭാഢ്യേ തതഃ ശ്രേയോ ഭവിഷ്യതി ഇത്യുക്തോ ന്യവസത്തത്ര ബ്രഹ്മണാ വാനരോത്തമഃ. ദ്രുഹിണ വെച്ചാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ പര്യായമാണ് ദ്രുഹിണൻ എന്ന്. ബ്രഹ്മാവ് തമാഹ ആ വാനരനോട് പറഞ്ഞു, വത്സ ഏ കുട്ടി, മേ സമീപേ എൻ്റെ അടുത്ത് സർവ ശോഭാഢ്യേ അത്ര സർവ നല്ല ശോഭ കൊണ്ട് മനോഹരമായ ഇതിൽ കിഞ്ചിൽ കാലം കുറച്ചു കാലം വസിച്ചാലും എൻ്റെ അടുത്ത് തന്നെ. തത് ശ്രേയ ഭവിഷ്യേ നിനക്ക് 4 ശ്രേയസ് ഉണ്ടാവും. ബ്രഹ്മാവിനാൽ ഇതി ഉക്ത ഇപ്രകാരം പറയപ്പെട്ട വാനരശ്രേഷ്ഠൻ തത്ര അതിൽ വ്യസദ് നിവസിച്ചു. അവിടെ താമസിച്ചു. അപ്പോൾ ബ്രഹ്മാവാണല്ലോ സൃഷ്ടിച്ചത് തന്നെ. അപ്പം ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഒരു മഹാകവി വാനരനുണ്ടായപ്പോൾ ബ്രഹ്മാവ് ആ വാനരനോട് പറഞ്ഞു, ഹേ വത്സ, എൻ്റെ അടുത്ത് തന്നെ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ പർവ്വതത്തിൽ, ഈ മേരുപർവ്വതത്തിൽ കുറച്ച് കാലം നീ വസിക്കൂ എൻ്റെ കൂടെ. നീ എങ്ങോട്ടും പോകണ്ടപ്പോൾ എൻ്റെ അടുത്ത് വസിക്കൂ. നീ ഭൂമിയിലുണ്ടായത്, പക്ഷേ ഈ മേരുപർവ്വതത്തിൽ എൻ്റെ അടുത്ത് നീ ഇവിടെ കുറച്ച് കാലം താമസിക്കൂ. അതുകൊണ്ട് നിനക്ക് നന്മ വരും
എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഈ കണ്ണീരിൽ നിന്നുണ്ടായ വാനരൻ അവിടെ താമസിച്ചു. തമാഹദ്രുഹിണോ വത്സ കിഞ്ചിൽ കാലം വസാത്ര മേ സമീപേ സർവശോഭാഢ്യേ തതശ്രേയോ ഭവിഷ്യതി, നിനക്ക് ശ്രേയസ്സുണ്ടാവും എന്ന് പറഞ്ഞു. ഇത്യുക്തോ ന്യവസത്തത്ര ബ്രഹ്മണ വാനരോത്തമ. അപ്പം ഈ വാനരശ്രേഷ്ഠൻ അവിടെ താമസിച്ചു. ഏവം ബഹുതിഥേ കാലേ ഗതേ കൃക്ഷാധിപസുധീ കദാചിൽ പര്യടൻ അദ്രൗ ഫലമൂലാർത്ഥമുദ്യത അപശ്യത് ദിവ്യസലിലാം വാപിം മണിശിലാന്വിതാം. ഇപ്രകാരം ബഹുതിഥേ കാലേ അനവധി ദിവസങ്ങൾ അല്ലെങ്കിൽ അനവധി ദിവസം ചേർന്ന് കുറച്ച് കാലം ഗതേ കഴിഞ്ഞപ്പോൾ സുധീഹി വൃക്ഷാധിപ, ഈ നല്ല ബുദ്ധിമാനായിട്ടുള്ള ഈ വാനരാധിപൻ കദാചിൽ ഒരു ദിവസം ഫലമൂലാർത്ഥം ഉദ്യത, അതായത് ഫ്രൂട്ട്സും കായകളും കിഴങ്ങുകളൊക്കെ സംഭരിക്കാനായിട്ട് ദിവ്യസലിലം ദിവ്യമായ വെള്ളത്തോടും പരിശുദ്ധമായ വെള്ളത്തോടും മണിശിലാന്വിതാം രത്നക്കല്ലുകളുള്ളതുമായ വാപിയും അപശ്യത്, ഒരു വലിയ ലേക്ക് അല്ലെങ്കിൽ കുളം എന്നോ എന്താ വെച്ചാൽ കണ്ടു പറയാം. വാപി ഇങ്ങനെ കുറേ കാലം അവിടെ താമസിച്ചു കേട്ടോ. ഒരു ദിവസം ഈ അതിബുദ്ധിമാനായിട്ടുള്ള ഈ വാനരാധിപൻ കിഴങ്ങ് പിന്നെ 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 പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ തിന്നാനേ സമ്പാദിക്കാനായിട്ട് പർവ്വത ശിഖരത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് രത്നം കൊണ്ട് കെട്ടിപ്പടുത്ത പിന്നെ പടവുകളുള്ള രത്നം പതിച്ച പടവുകളുള്ള കെട്ടിപ്പടുത്ത ഒരു ദിവ്യമായിട്ടുള്ള രത്നം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കുളം അല്ലെങ്കിൽ വാബി പറഞ്ഞാൽ വലിയൊരു കുളം കണ്ടു. നല്ല ധാരാളം പരിശുദ്ധ ജലമുള്ള ഒരു കുളം കണ്ടു. ഒരു ദിവ്യമായിട്ടുള്ള കുളമാണ്. കാരണം രത്നങ്ങളെ കൊണ്ടൊക്കെ കെട്ടിപ്പടുത്തണം. ഇറങ്ങണ കൽപ്പടയൊക്കെ രത്നവും നല്ല കല്ലുകളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ദിവ്യമായിട്ടുള്ളൊരു കുളം കണ്ടു. ഇങ്ങനെ നടക്കുകയായിരുന്നു. ഫ്രൂട്ട്സും പിന്നെ കിഴങ്ങുകളും ഫലങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ കാണും. ഈ ഒരു കുളം കണ്ടു, ദിവ്യമായിട്ടുള്ള കുളം. ഇങ്ങനെ അതാണ് അതിൽ പറഞ്ഞത്. ഏവം ബഹുതിഥേ കാലേ ഗതേ വൃക്ഷാധിപസുധീ കദാചിൽ പര്യടന്ന ദ്രൗഫലമൂലാർത്ഥമുദ്യത അപശ്യത് ദിവ്യസലിലാം വാപിം മണിശിലാന്വിതാം. പാനീയം പാതുമാഗച്ഛത് തത്ര ഛായാമയം കബിം ദൃഷ്ട്വാ പ്രതികബിം മത്വാ നിപപാദജലാന്തരേ. അപ്പോൾ ഈ പാനീയം അവിടെയുള്ള വെള്ളം നല്ല പരിശുദ്ധ ജലമാണ് പറഞ്ഞില്ലേ, അത് പാതും കുടിക്കാൻ ആഗച്ഛൻ മുമ്പിലേക്ക് പോയി. ദാഹിക്കേണ്ടതോ ഇന്ന വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് മുമ്പിലേക്ക് ചെന്നപ്പോൾ തത്ര അതിൽ ഛായാമയം കബിം തൻ്റെ റിഫ്ലക്ഷൻ പ്രതിബിംബം ആ വാനരനെ ദർശിച്ചിട്ട് പ്രതികബിംബത്വ അത് വേറൊരു വാനരനാണെന്ന് വിചാരിച്ചിട്ട് ജലാന്തരേ ജലത്തിനുള്ളിൽ നിപപാത ചാടി. അപ്പോൾ ഇതുവരെ വേറൊരാളെ കണ്ടിട്ടില്ലല്ലോ. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കുക വേറൊരു വാനരനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവനവൻ എങ്ങനെ ഇരിക്കുകയെന്ന് നമുക്കറിയില്ലല്ലോ. അവനവനെ കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ എങ്ങനെ ഇരിക്കുന്ന അറിയില്ലല്ലോ. അപ്പോൾ ആ ജലാശയത്തിൽ ആ കുളത്തിലത്തെ ജലം ശുദ്ധജലം കുടിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളത്തിലേക്ക് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ നമ്മളെ പിന്നെ പ്രതിബിംബം കാണുമല്ലോ. നോക്കിയപ്പോൾ സ്വന്തം പ്രതിബിംബം അതിൽ കണ്ടു. അപ്പോൾ തന്നോട് യുദ്ധത്തിന് വരണ അല്ലെങ്കിൽ തന്നോട് എതിർക്കാൻ വരണ വേറൊരു വാനരനാണ് അതെന്ന് വിചാരിച്ചിട്ട് ഈ വാനരൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി അവനോട് യുദ്ധം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവനെ യുദ്ധം ചെയ്യാൻ ഇവനോട് യുദ്ധം ചെയ്യാൻ വരിക വിചാരിച്ചേ. തന്നോട് എതിർക്കാമെന്നൊരു വാനര വിചാരിച്ചിട്ട് അവനോട് എതിർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടി. പാനീയം പാതുമാഗച്ഛത് തത്ര ഛായാമയം കബിം ദൃഷ്ട്വാ പ്രതികബിം മത്വാ നിപപാദജലാന്തരേ തത്രാ ദൃഷ്ട്വാ കബിം ശീഘ്രം പുനരുൽപ്ലുത്യ വാനര അപശ്യൽ സുന്ദരീം രാമാമാത്മാനം വിസ്മയം ഗത. തത്ര കബിം അദൃഷ്ട്വാ
അപ്പോൾ വെള്ളത്തിൽ ചാടിയപ്പോൾ അതിന് മുമ്പേ ആ കണ്ട പ്രതിബിംബമൊന്നും കാണില്ലല്ലോ. അപ്പോൾ താൻ കണ്ട പിന്നെ വാനരനെ പിന്നെ വെള്ളത്തിൽ ചാടിയപ്പോൾ കാണാൻ സാധിക്കാതെ പുനഃഉൽപ്പത്തിയ പിന്നെയും മുകളിലേക്ക് കയറി വന്നു. ആത്മാനം പിന്നെയും നോക്കിയപ്പോൾ വെള്ളത്തിലത്തെ ഓളമൊക്കെ അടങ്ങി നോക്കിയപ്പോൾ പിന്നെയും തൻ്റെ സ്വരൂപത്തെ രാമാം സുന്ദരിയും അപശ്യത്. പിന്നെ എന്താ കണ്ടാച്ചാൽ നല്ല അത് തിരിച്ച് കയറി വന്നിട്ട് തന്നെ ഒരു മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ട് കണ്ട് വിസ്മയം ഗത. മുമ്പ് ശരിക്കൊരു വാനരനാണ്, ഇപ്പോൾ വാനര സ്ത്രീയായിട്ടാണ് കണ്ടത് പ്രതിബിംബം. അവിടെ അതിനു മുമ്പ് കണ്ട വാനരനെ വെള്ളത്തിൽ ചാടിയപ്പോൾ കാണാതെ ആയപ്പോൾ പിന്നെയും വെള്ളത്തിൽ നിന്ന് കയറി. അപ്പം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ താൻ ഒരു വാനര സ്ത്രീ ആയത് കണ്ടു. ചാടുമ്പോൾ വാനരനായിരുന്നു. പ്രതിബിംബത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയപ്പോൾ നല്ല വാനരനായിരുന്നു. പക്ഷേ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ വാനര സ്ത്രീയാണ്. അപ്പം ഭയങ്കര ആശ്ചര്യമായി ഈ വാനരനെ. അതാണ് പറഞ്ഞു, സുന്ദരി രൂപമായിട്ടാണ് കാണപ്പെട്ടത്. അപ്പം അത് കണ്ടപ്പോൾ വലിയ ആശ്ചര്യം തോന്നി. തത്ര ദൃഷ്ട്വാ കവിം ശീഘ്രം പുനരുൽപ്ലുത്യ വാനര അപശ്യൽ സുന്ദരീം രാമ ആത്മാനം വിസ്മയം ഗത. പിന്നെയോ ഇനി 3 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. തത സുരേശോ ദേവേശം പൂജയിത്വാ ചതുർമുഖം ഗച്ഛൻ മധ്യാഹ്ന സമയേ ദൃഷ്ട്വാ നാരീം മനോരമാം കന്ദർപ്പശരവിഗ്ധാംഗസ്ത്യക്തവാൻ വീര്യമുത്തമം താമപ്രാപ്യൈവ തദ്ബീജം ബാലദേശേ പതദ്ഭുവി. ബാലി സമഭവത്തത്ര ശക്രതുല്യപരാക്രമ തസ്യ ദത്വാ സുരേശാന സ്വർണമാലാം ദിവം ഗത. കേട്ടോളൂ. തതസുരേശ അനന്തരം ദേവേന്ദ്രൻ, സുരേശൻ സുരന്മാരുടെ ഈശൻ ദേവേന്ദ്രൻ, ദേവേശം ചതുർമുഖം ദേവന്മാരുടെയും കൂടി ഈശ്വരനായിട്ടുള്ള ബ്രഹ്മാവിനെ പൂജിച്ചിട്ട് ഗച്ഛൻ പോകുന്നവനായിട്ട് മധ്യാഹ്ന സമയെ ഉച്ചയ്ക്ക് മനോരമാം നാരീം ദൃഷ്ട്വ ഈ മനസ്സിനെ ശരിക്കും ആകർഷിക്കുന്ന ഈ വാനര സ്ത്രീയെ കണ്ടിട്ട്, അതായത് ദേവേന്ദ്രൻ പിന്നെ ബ്രഹ്മാവിനെ പൂജിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങുമായിരുന്നു. മടങ്ങണ വഴിക്ക് ഈ സുന്ദരിയായിട്ടുള്ള വാനര സ്ത്രീയെ കണ്ടിട്ട് കന്ദർപ്പശരവിഗ്ധാംഗ, അതായത് കാമബാണത്താൽ ബാധിക്കപ്പെട്ടവനായി. കാമബാണം വെച്ചാൽ അനുരാഗം തോന്നി, കാമം തോന്നി ഈ സുന്ദരിയായിട്ടുള്ള വാനര സ്ത്രീയെ കണ്ടപ്പോൾ. വാനര സ്ത്രീ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, സുന്ദരി സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വാനര സ്ത്രീ ആവില്ല, സുന്ദര സ്ത്രീ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, അതിൽ പിന്നെ രമാം സുന്ദരിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ വാനരൻ വെള്ളത്തിൽ മുങ്ങി കയറിയപ്പോൾ നല്ലൊരു മനോഹരിയായിട്ടുള്ള ഒരു സുന്ദരി സ്ത്രീ എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ, വാനര സ്ത്രീ അല്ല. അപ്പോൾ ദേവേന്ദ്രൻ ബ്രഹ്മലോകത്തിൽ വന്ന് ബ്രഹ്മാവിനെ പൂജിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് പോണ വഴിക്ക് ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീ, വാനര സ്ത്രീ അല്ല, കണ്ടു. ത്വാം അപ്രാപ്യേവ അവളെ പ്രാപിക്കാതെ തന്നെ ഉത്തമം വീര്യം തക്തുവാൻ, അവളെ പ്രാപിച്ചൊന്നുമില്ല, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ തൻ്റെ വീര്യം അവളിലേക്ക് പകർന്നു. തദ് ബീജം ബാലദേശെ ആ വീര്യം, അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് തന്നെ തൻ്റെ ഊർജം ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീയിലേക്ക് പകർന്നു ദേവേന്ദ്രൻ. ആ വീര്യം ആ സ്ത്രീയുടെ മേലും ഭൂവിലും പതിച്ചു. ആ വീര്യം ഈ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ അത് ആ സ്ത്രീയുടെ മേലും കുറച്ച് ഭൂമിയിലും പതിച്ചു. തത്ര അതിൽ ശക്രതുല്യ പരാക്രമ ബാലി, അതിന്നാണ് ഇന്ദ്രന് തുല്യമായ പരാക്രമത്തോടു കൂടിയ ബാലി സംഭവിച്ചു. അങ്ങനെയാണ് ബാലി ഉണ്ടായത്. പിന്നെ സൂര്യൻ്റെ മകനാണ് സുഗ്രീവൻ. ഞാൻ തെറ്റി പറഞ്ഞതുകൊണ്ട് ആദ്യമായിട്ടും അറിയാതെ. എന്തായാലും ബാലി ഇന്ദ്രൻ്റെ മകനാണ്. സുരേശാനഹ സുരാധിപൻ ദേവേന്ദ്രൻ തസ്യ സ്വർണമാലാം ദത്വ അവന് സ്വർണമാലയെ ദാനം ചെയ്തിട്ട് ദിവംഗത സ്വർഗത്തിലേക്ക് പോയി. ഈ
പറഞ്ഞില്ലേ, ഈ വാനരൻ വെള്ളത്തിലിറങ്ങി കയറിയപ്പം ഒരു സുന്ദരിയായിട്ട് തീർന്നതിന് ശേഷം ഒരു ദിവസം ഇന്ദ്രൻ ബ്രഹ്മദേവനെ പൂജിച്ച് തിരിച്ച് സ്വർഗത്തിലേക്ക് പോണ വഴിക്ക് ഉച്ച സമയത്ത് ഈ മനസ്സിനെ നല്ലോണം ആകർഷിക്കുന്ന അത്ര ഭംഗിയുള്ള ഈ സുന്ദരിയെ കണ്ടു. ഈ കാമബാണ പീഡിതനായിട്ട് ഭവിച്ചു എന്നർത്ഥം. അതായത് അനുരാഗം തോന്നി. അപ്പോൾ അവളോട് ഇണ ചേരുന്നതിന് മുമ്പേ തന്നെ പിന്നെ അവളെ കണ്ടപ്പോൾ തന്നെ അത്രയ്ക്ക് ഇതായി. അപ്പോൾ അവളോട് ഇണ ചേരാൻ ഇടയുണ്ടായില്ല. അതിനു മുമ്പ് തന്നെ വീര്യം പകർന്നു. ആ വീര്യം പിന്നെ ഈ സ്ത്രീയുടെ മേലും അവിടുന്ന് ഭൂമിയിലും വീണു. അതിൽ നിന്ന് ഇന്ദ്രൻ്റെ തുല്യം, അതായത് ഇന്ദ്രൻ്റെ വീര്യമാണല്ലോ അത്. അപ്പോൾ ഇന്ദ്രൻ്റെ പരാക്രമത്തിന് തുല്യ പരാക്രമമുള്ള ഒരു വാനരൻ ഉണ്ടായി. അവനാണ് ബാലി. ബാലദേശത്തിൽ വീണത് കൊണ്ടാണ്, അതായത് ബാലദേശത്തിൽ, ഭൂമിയിലത്തെ ബാലദേശത്തിലാണ് ഈ ഇന്ദ്രൻ്റെ വീര്യം വീണത്. ആ ബാലദേശത്തിൽ ഇന്ദ്രൻ്റെ വീര്യം വീണ് ജനിച്ച കുട്ടിയായതുകൊണ്ടാണ് ബാലി എന്ന് പേര് വരാൻ കാരണം ബാലിക്ക്. അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വളരെ ഒരു വിചിത്രമായിട്ടുള്ള കഥയല്ലേ. അതായത് ഈ വാനരൻ ഇറങ്ങി മുങ്ങിക്കഴിഞ്ഞ് കയറിയപ്പോൾ നല്ല സുന്ദരിയാണേ. അപ്പോഴാണ് ഇന്ദ്രൻ കണ്ടു. അപ്പോൾ വല്ലാതെ കാമ പരവശനായി. അപ്പോൾ ഒരു ഫിസിക്കൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവണതിൻ്റെ മുമ്പ് തന്നെ പിന്നെ എന്താണ് ഈ അവളോട് ഇണ ചേരുമൊക്കെ ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ വീര്യം സ്ഖലിച്ചു. ആ വീര്യം ഭൂമിയിലത്തെ ബാലപ്രദേശത്ത്, ബാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പതിച്ചത്. അതിൽ നിന്നുണ്ടായ ഒരു വാനരനാണ് ബാലി. ബാലപ്രദേശത്തിലെ ഇന്ദ്രൻ്റെ മകനായിട്ട് ജനിച്ച കുഞ്ഞനാണ് ബാലി എന്നാണ് ഇപ്പം ഇതിൽ പറഞ്ഞത് കേട്ടോ. തതസുരേശോ ദേവേശം പൂജയിത്വാ ചതുർമുഖം ഗച്ഛൻ മധ്യാഹ്ന സമയേ ദൃഷ്ട്വാ നാരിം മനോരമാം കന്ദർപ്പശരവിഗ്ധാംഗസ്ത്യക്തവാൻ വീര്യമുത്തമം താമപ്രാപ്യൈവ. അതായത് അവളെ പിന്നെ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ വീര്യം സ്ഖലിച്ചു. തദ്ബീജം ബാലദേശേ അപതദ്ഭുവി. ബാലദേശത്തിൽ അപതത് പറഞ്ഞ വീണു. ബാലി സമഭവത്തത്ര ശക്രതുല്യ പരാക്രമ. ഇന്ദ്രൻ്റെ വീര്യമായതുകൊണ്ട് ഇന്ദ്രൻ്റെ തുല്യ പരാക്രമമുണ്ട്. ശക്രൻ ഇന്ദ്രനാണ്. തസ്യ ദത്വ സുരേശാന സ്വർണമാലാം ദിവം ഗത. എന്നിട്ട് സ്വർണമാലയും കൊടുത്തിട്ട് ഇന്ദ്രൻ പോയി. ആർക്ക്? ബാലിക്ക്. അപ്പോൾ ഈ നമുക്ക് എവിടെ നിർത്താം? എന്താണെന്ന് വെച്ചാൽ ഇനി 3 ശ്ലോകം ഒന്നിച്ചാൽ അപ്പോൾ സമയധികവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഈ പിന്നെ സ്വർണ്ണമാലയും കൊടുത്ത് ദേവേന്ദ്രൻ്റെ മകനായിട്ട് ബാലി പ്രദേശത്ത് ബാലി ജനിച്ചു. സ്വർഗത്തിലേക്ക് പോണതിന് മുമ്പ് ഒരു സ്വർണ്ണമാലയും കൊടുത്തിട്ടാണ് ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയതെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.